ഹോൾ മില്ലറ്റ് കുക്കറിൽ വേവിച്ചെടുത്താണ് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പൊട്ടറ്റോ പിഴിഞ്ഞ് നന്നായിട്ട് പൊടിച്ചു അത് ഇതിലോട്ട് ഇടുക. ഇതിലേക്ക് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, സവാള അരിഞ്ഞത്, ഗരം മസാല, ചെറിയൊരു കളറിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് എല്ലാം നല്ല മിക്സ് ചെയ്യും. ഇത് ബോൾസ് ആക്കി വെക്കാമേ. ഒഴിച്ച് നാരങ്ങ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ചവ്വരി പോലെ തോന്നില്ലേ കണ്ടാലും. ഇത് 8 മണിക്കൂർ കുതിർത്തു, നല്ലതായിട്ട് കുതിർക്കണം, ഇല്ലെങ്കിൽ ഇത് ഭയങ്കര കട്ടിയായിരിക്കും. എന്നിട്ട് ഞാൻ 20 മിനിറ്റ് കുക്കറിൽ വേവിച്ചതാണ്. വേവിച്ചു, എന്നിട്ട് വെന്തത് എടുത്ത് പൈപ്പിൻ്റെ കീഴിൽ വെച്ച് പശ പോകാൻ വേണ്ടി കഴുകിയെടുത്തു. അത്രയും ചെയ്തതിന് ശേഷമാണ് ഇതിലോട്ട് ഇട്ടത്. കഴുകാൻ മറക്കല്ല, നല്ലപോലെ വേവുള്ള സാധനം. ഇനി ഇത് മൈദ ആണ്. മൈദയിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് സ്ലറി ഉണ്ടാക്കണം. മുട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല, ഇത് ഉള്ളിയൊന്നും വഴറ്റിയിട്ടില്ല, അതൊന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നതാണ് എളുപ്പം. ഇത് മുട്ടയ്ക്ക് പകരമാണ്. ഒന്നുകിൽ റവയ്ക്കകത്ത് മുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കാം. ഇത് പച്ച ബ്രെഡ് പൊടിച്ചതാണ്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതൊന്ന് എടുത്താൽ മതി. അപ്പോൾ മില്ലറ്റ് കട്ട്ലറ്റ് റെഡിയായി. ഞാനത് മാഗിയുടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ഉപയോഗിച്ചിട്ടാണ് കഴിക്കുക. വെറുതെ വേണമെങ്കിലും കഴിക്കാം. ക്രിസ്പിയാണ് നല്ലപോലെ. മുറിക്കുമ്പോൾ കണ്ടോ, ചവരി ഇരിക്കുന്ന പോലെയല്ല ഇരിക്കുന്നേ. നല്ല ക്രിസ്പിയാണ്, പുറം അകം സോഫ്റ്റാണ്. കൊള്ളാം കേട്ടോ. മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവറിൻ്റെ, ഉള്ളിയുടെ ഉണ്ട്. ഇതൊന്നും വഴറ്റിട്ടില്ല, എല്ലാം ചുമ്മാ ഡയറക്റ്റ് ഇട്ട് ഉണ്ടാക്കുമായിരുന്നു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. 4 മണിക്കൊക്കെ ചായ കൂടെ കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ്. മുട്ട പോലും ഉപയോഗിച്ചിട്ടില്ല, അപ്പം വെജിറ്റേറിയൻകാർക്കെല്ലാമും പറ്റും. എല്ലാവരും ട്രൈ നോക്കിയോ.